പലപ്പോഴും ഒരു ചെറിയൊരു വിഷയമാണ്. കാരണം നമുക്കൊരു ആന്തരിക സൗഖ്യം കിട്ടേണ്ട ഒരു വിഷയമാണ്. അനേകം മക്കൾ കാണുമ്പോൾ എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയം കൂടിയാണ്. കുടുംബാംഗങ്ങളിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്, കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരിലല്ലാത്ത ചില അസ്വസ്ഥതകൾ ഇങ്ങനെ വേട്ടയാടുന്ന അവസ്ഥകൾ ഉണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിവാഹപ്രായമായ ഒരു മകൾ വീട്ടിലുണ്ട്. 30 വയസ്സായി, 35 വയസ്സായി, വിവാഹം നടന്നിട്ടില്ല. അപ്പൊ അതാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു വേദന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വകാര്യ ദുഃഖം. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ, കുടുംബാംഗങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു കുടുംബാംഗം കുടുംബത്തിലുണ്ടെങ്കിൽ അതൊരു വേദനയാണ്, അതൊരു സങ്കടമാണ്, അതൊരു വിഷമമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയവര്, ഏതെങ്കിലും അവിശുദ്ധ ബന്ധങ്ങളിൽ കഴിയുന്ന ഒരു മക്കളുണ്ടെന്ന് വിചാരിക്കുക. എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല. ചില പാപകരമായ ബന്ധങ്ങളിൽ കഴിയുക, നിർത്താൻ പറഞ്ഞിട്ട് നിർത്തണില്ല, ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് ഉപേക്ഷിക്കുന്നില്ല. ആ കുടുംബത്തിന് മുഴുവൻ സന്തോഷം പോയി, ആ കുടുംബത്തിന് മുഴുവൻ സമാധാനം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. അങ്ങനെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിൽ നിശ്ചയമായിട്ടും ഇതൊരു ഭാരമാണ്, ഇതൊരു വിഷയമാണ്. അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലുമൊക്കെ രോഗികളായി മാറി, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും വന്നു. അപ്പൊ അത് ആ കുടുംബത്തെ മുഴുവനും സ്വാഭാവികമായി ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, സങ്കടത്തിലേക്കൊക്കെ ജീവിതം വഴുതി മാറുന്ന അനുഭവമാണ്, ഒരു സംശയമില്ല. അല്ലെങ്കിൽ നമ്മുടെ വൈകാരിക മനുഷ്യനെ അത് വല്ലാതെ സ്വാധീനിക്കും, അസ്വസ്ഥപ്പെടുത്തും. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ, അല്ലാതെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ കുടുംബാംഗങ്ങളിലാരും, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, അവരിൽ പ്രവർത്തിക്കുന്ന ഏത് അസ്വസ്ഥതയാകട്ടെ, രോഗമാകാം, തകർച്ചയാകാം, അസ്വസ്ഥതയാകാം, തിന്മയാകാം, ഇതും ആകട്ടെ, ഇതിലൂടെ എന്റെ വൈകാരിക മനുഷ്യന്റെ മേല് ശത്രുവിന് ആക്രമിക്കാൻ എളുപ്പമാണ്. ശ്രദ്ധിക്കണേ. ഞാൻ ചിലപ്പോൾ ചില സമയത്ത് കണ്ടിട്ടുണ്ട്, പിള്ളേര് ചിലപ്പോ പഠിക്കേണ്ട സമയത്ത് പിള്ളേര് പഠിക്കൂല. മാതാവ് തന്നെ കുരുത്തം കെട്ട സാധനം, ഇതിന്റെ പുറകെ നടന്ന് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കുകയില്ല, പഠിക്കാനൊരു താല്പര്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പിള്ളേര് വീട്ടിലുള്ളപ്പോൾ അത് വലിയ വിഷമാണ് ചില മാതാപിതാക്കൾ. ഒരിക്കൽ ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഒരു ചേച്ചി ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ കൊണ്ട് വരുക. അപ്പൊ അവൾക്ക് എനിക്ക് തോന്നുന്നൊരു 7-8 വയസ്സ്, ഒരു 4-ാം ക്ലാസ്സിലൊക്കെ ആയി കാണുമായിരിക്കും, 3-ലോ 4-ലോ ഒക്കെ. ഒരു കൊച്ചിനെ കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എൻ്റെ മുറിയിലേക്ക് കയറി, കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് കയറി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. പിന്നെ അടുത്ത സെന്റൻസ് പറയുമ്പോൾ ഈ സഹോദരി വാവിട്ട് കരയുക, പ്രാർത്ഥിക്കണം അച്ഛാ, പ്രാർത്ഥിക്കണം അച്ഛാ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ കുഞ്ഞിന് ഈ പ്രായത്തിൽ എന്തോ മാരകമായ രോഗമാണ്, എന്തോ സീരിയസ് വിഷയമാണ്. സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു ജസ്റ്ററൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ അനുമാനിക്കാനേ സാധ്യമാവുള്ളൂ. കാരണം വാവിട്ട് കരയുക ഈ സഹോദരി എൻ്റെ മുമ്പിൽ നിന്ന്. അപ്പൊ എനിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം പുള്ളിക്കാരത്തി എന്താണെന്ന് പറയുന്നില്ല, കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, സഹോദരി എന്താണ്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, പറ. ഞാനെന്തോ ഇവരിങ്ങനെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരെങ്ങനെ ആശ്വസിപ്പിക്കും, കാരണം അത്രയും എന്തോ ഒരു വലിയ പ്രശ്നത്തിന്റെ നടുവിലാണ് ഈ കുഞ്ഞിനെ കൊണ്ട് വരുന്നത്. ഈ കുഞ്ഞിന് വേണ്ടിയാ പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ കൂടി പെട്ടെന്ന് പോയി, നമ്മളിങ്ങനെ ചിലവരൊക്കെ പെട്ടെന്ന് കാട് കയറി ചിന്തിക്കുന്ന പോലെ, മനസ്സിൽ എന്തോ മാരക രോഗമാണ് ഈ കുഞ്ഞിന്, ചിലപ്പോൾ വല്ല ബ്ലഡ് ക്യാൻസർ ഒക്കെ ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്ന് ശാന്തമായിട്ട് പറ, എന്നാ വിഷയം. അപ്പൊ ഈ ചേച്ചി പറയുകയാണ്, എൻ്റെ അച്ഛാ, കൊച്ചിന് കഴിഞ്ഞ ദിവസത്തെ മാത്സിന്റെ റിസൾട്ട് വന്നപ്പോൾ 3 മാർക്ക് പോയി അച്ഛാ. ഓ, എൻ്റെ ഉള്ളിൽ കൂടി ഒരു സാധനം അങ്ങോട്ട് പോയി. അതെന്താ പോയെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ചേച്ചിനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. നമ്മൾ, ചേച്ചി കരച്ചിൽ നിർത്താവോ പ്ലീസ്. ചേച്ചി ഇന്ന് വരെ ചേച്ചിയുടെ ആത്മാവിന്റെ അവസ്ഥയോർത്ത് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടോ ഞാൻ ചോദിച്ചു. ഒരു കുമ്പസാരക്കൂട്ടില് ചേച്ചി ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടോ? ഈ ഇത്തിരി പോകുന്ന സാധനം 3-ൽ പഠിക്കുന്ന കൊച്ചിന്റെ മാത്സിന് 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞു ഇവിടെ കിടന്ന് ചാകാനായിട്ട് ഞാൻ ചോദിച്ചു, കെട്ടിയോ ചത്തൊന്നും ഇല്ലല്ലോ, ചത്തോ? സാരി കൊണ്ട് അതൊക്കെ തുടച്ച് ചേച്ചിക്ക് മനസ്സിലായി, ചിലപ്പോൾ ഇനി അച്ഛൻ ഇനി വയലന്റ് ആയാലും നടത്തിട്ടാന്ന് തോന്നുന്നു.
ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈ കുഞ്ഞിന് 3 മാർക്ക് കുറഞ്ഞു പോയതിൽ കുഞ്ഞിന് ഒരു പ്രശ്നവുമില്ല. അതേപ്പറ്റി കുഞ്ഞ് വിലപിക്കുന്നില്ല. അതേക്കുറിച്ച് കുഞ്ഞ് അസ്വസ്ഥയല്ല. അത് കാരണം കുഞ്ഞിനെ മേൽ ഒരു തിന്മയ്ക്ക് അവകാശമോ അധികാരമോ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ കടന്ന് കരയുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരായിരുന്നെങ്കിൽ, അങ്ങനെ പറഞ്ഞത് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു, എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരായിരുന്നെങ്കിൽ ചേച്ചി ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ മോങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ, കുഞ്ഞിന് 3 മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഏതാണ്ട് നമ്മൾ വിചാരിക്കും, ഞാൻ പറഞ്ഞില്ല, ഞാൻ കാട് കയറി ചെന്നത് ക്യാൻസർ രോഗമൊക്കെ എന്നാ വിചാരിച്ചു. ഈ പറയുന്ന സഹോദരിയിൽ ആ കുഞ്ഞിൽ ഉണ്ടായ ഒരു അവസ്ഥ വിപരീതമായി സ്വാധീനിക്കാൻ തക്ക വിധത്തിൽ ഈ മകളിലാണ് ആ തിന്മയ്ക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ സ്വാധീനിക്കാൻ പറ്റിയത്. നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പൊ മകന്റെ വിവാഹം നടന്നിട്ടില്ല, അമ്മ ഇന്ന് നിരാശയിലാണ്. മക്കളുടെ ചില കാര്യം നടന്നിട്ടില്ല, അപ്പൻ ഇന്ന് വലിയ ഭയത്തിലും ടെൻഷനിലും ആകുലതയിലാണ്. ഈ സ്പിരിറ്റാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആകുലത ദുരാത്മാവാണ്. ദാമ്പത്യത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, ശരിയാണ്, ബുദ്ധിമുട്ടുകളുണ്ടായി, വേർപെട്ടാ കഴിയുന്നത് എന്ന് കരുതി ജീവൻ അവസാനിപ്പിക്കാൻ ആരാ പറഞ്ഞേ? അങ്ങനെ ചിന്തിക്കണമെന്ന് ആരാ ആവശ്യപ്പെട്ടേ? അച്ഛാ, എന്റെ കാരണം കൊണ്ടല്ല അച്ഛാ, ഒക്കെ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ടാണെങ്കിൽ നമുക്ക് ജീവിക്കാനും ജീവിച്ചിരിക്കാൻ അവകാശമില്ലേ? അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ, നമ്മുടെ വിശുദ്ധ വികാരങ്ങളെ തകർത്ത് കളയാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവിതങ്ങളെ ശത്രു ഉപകരണങ്ങളായി ഉപയോഗിക്കും. ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? നിന്റെ ആത്മാവിന്റെ സുരക്ഷിതത്വം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നീ നിരാശയിലേക്ക് വീഴാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് റോമ 5:5 നാം വായിക്കുന്നത്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം എന്താ? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുക. ദൈവ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ടെന്താ? ദൈവം തന്റെ സ്നേഹത്തിൽ ചെയ്തിരിക്കുന്ന, പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇന്നിന്റെ വേദനകളെ, ഇന്നിന്റെ സങ്കടങ്ങൾക്കപ്പുറം നിത്യമായ ഒരു ജീവിതം ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. മരണവും മരണാനന്തര ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിത്യതയിൽ അവനെ കണ്ടുമുട്ടുന്ന എനിക്ക് വിശ്വാസമുണ്ട്. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നിന്റെ വേദനകൾ എത്രയോ നിസ്സാരമാണ് എന്ന വചനത്തിന്റെ അഭിഷേകത്തിൽ എനിക്ക് വിശ്വാസം. ഇത് കർത്താവ് പറഞ്ഞതാ തന്റെ സ്നേഹത്തിൽ. ഇപ്പൊ നമ്മുടെ പ്രത്യാശയെ തല്ലിക്കെടുത്തുന്ന, നമ്മളിൽ അകാരണമായ ഭയം ജനിപ്പിക്കുന്ന, അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന, മനസ്സിനെ പീഡിപ്പിക്കുന്ന, നമ്മുടെ ഉറക്കം കളയുന്ന വിഷയങ്ങളെ നമ്മൾ ആത്മശോധന ചെയ്യണം. നമുക്ക് പുറത്താണെങ്കിൽ ശ്രദ്ധിക്കണം, നമുക്ക് പുറത്താണ് ആ വിഷയമെങ്കിൽ അത് വൈകാരിക വിഷയമായി എടുക്കരുത്, പ്രാർത്ഥനയുടെ വിഷയമായി എടുക്കണം. നമ്മുടെ ഉള്ളിലാണ് അതെങ്കിൽ വിശുദ്ധീകരണത്തിന്റെ വിഷയമായി കാണണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ പുറത്താണ് ഒരു പ്രശ്നമെങ്കിൽ, എന്റെ മകനാണ്, എന്റെ മകളാണ്, എന്റെ ജീവിത പങ്കാളിക്കാണ്, ഓക്കെ, എന്റെ ജീവിത പങ്കാളി ഒരുപക്ഷെ ആ വേദനയുടെ നടുവിൽ വിശ്വാസത്തിലായിരിക്കും നിൽക്കുന്നത്, വിശുദ്ധിയോടുകൂടി ആയിരിക്കും മരിക്കുന്നത്. പക്ഷേ എന്റെ ജീവിത പങ്കാളി രോഗിയായി എന്ന് അറിഞ്ഞ്, നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് നിരാശയിലും, ഞാൻ ഇന്ന് സങ്കടത്തിലും, ആകുലതകളിലും, ഭയത്തിലും, ടെൻഷനിലും, ദൈവികമല്ലാത്ത സകല വികാരങ്ങൾക്കും അടിപ്പെട്ട് തിന്മയുടെ കൂടാരമായിട്ട് മാറും. അതുകൊണ്ട് എന്റെ പുറത്ത് നിൽക്കുന്ന വിഷയങ്ങളെ പ്രാർത്ഥനയുടെ വിഷയമായി ഒരാത്മീയ മനുഷ്യൻ കാണേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഇറ്റ്സ് നോട്ട് ആൻ ഇമോഷണൽ സബ്ജക്ട്, ബട്ട് ടേക്ക് ഇറ്റ് ആസ് എ പ്രയർ സബ്ജക്ട്. പ്രാർത്ഥനയുടെ വിഷയമായിട്ട് കാണാവൂ. അതല്ല എങ്കിൽ നിന്റെ വൈകാരിക മനുഷ്യനെ തളർത്തി നിന്റെ ആത്മാവിന്റെ മേൽ ശത്രുവിന് ആധിപത്യം ഉറപ്പിക്കാൻ പറ്റും. ഒരു സംശയമില്ല. എത്രയോ പേരിന്ന് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയെ കഴിയുന്നുണ്ട്. എത്രയോ ജീവിതങ്ങളെ കാണുന്നുണ്ടെന്നറിയോ ക്ഷമിക്കാൻ പറ്റാത്ത ആത്മാവിന്റെ മേൽ ശത്രുവിന് ആധിപത്യമുണ്ട്. ക്ഷമിക്കാത്തൊരാത്മാവ് സ്വർഗത്തിൽ പോകില്ല. ഹല്ലേലൂയ. എന്നെയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും സ്വർഗം സ്നേഹത്തിന്റെ ഇടമാണെങ്കിൽ ക്ഷമിക്കാത്തൊരാത്മാവ്, വെറുപ്പ് സൂക്ഷിക്കുന്ന ഒരാത്മാവ് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല.
ബലിയേക്കാളും പ്രധാനപ്പെട്ടതായിട്ട് കർത്താവ് പറഞ്ഞ എന്നാണെന്നറിയാവോ? നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വെറുപ്പോ നീരസോ ഉണ്ടെങ്കിൽ ബലി വെക്ക്. ബലി അർപ്പിക്കുന്നതിലല്ല ഇമ്പോർട്ടന്റ്. ബലി അർപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട കർത്താവ് നീ പോയി നിന്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെട്. അതാണ് പ്രധാനപ്പെട്ടത്. കാരണം യേശുവിന്റെ ബലി, എന്തിനാണ് യേശു കാൽവരിയിൽ ഉയർത്തപ്പെട്ടത്? എന്തിനാണ് അവൻ കുരിശിൽ മരിച്ചത്? ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള മുറിഞ്ഞുപോയ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് അവൻ കാൽവരിയിൽ കുരിശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് മരിച്ചത്. ആ ബലിയിൽ പങ്കുചേരുമ്പോ വെറുപ്പോടും ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സോടുമായി ആ ബലിയിൽ പങ്കുചേർന്നാൽ എങ്ങനെ ആ ബലിയുടെ അനന്തമായ നിത്യ സ്നേഹത്തിന്റെ അനുഭവം ഒരാത്മാവിന് അനുഭവിക്കാൻ പറ്റും? അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രശ്നം കുടുംബത്തിൽ, ജീവിതത്തിൽ, കുടുംബാംഗങ്ങളിൽ ഉണ്ടായാൽ അത് ഒരു പ്രാർത്ഥനയുടെ വിഷയമായി കാണണം. ദൈവസന്നിധിയിലേക്ക് നിനക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു വിഷയത്തെ തന്നിട്ടുണ്ട്. നിന്റെ ഉള്ളിലാണ് പ്രശ്നമെങ്കിൽ അത് വിശുദ്ധീകരണത്തിന്റെ, സൗഖ്യത്തിന്റെ, വിടുതലിന്റെ വിഷയമായിട്ട് മനസ്സിലാക്കി ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ലേ? ദൈവസ്നേഹത്തിന് ചേരാത്ത വിരുദ്ധ വികാരങ്ങളും വിചാരങ്ങളും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊരു സൗഖ്യത്തിന്റെ കാരണമാകാം, അതൊരു വിശുദ്ധീകരണത്തിന്റെ വിഷയമാകാം, അതൊരു വിടുതലിന്റെ വിഷയമാകാം. അത് മനസ്സിലാക്കി അത് കർത്താവിന്റെ കാരുണ്യത്തിലും കർത്താവിന്റെ സ്നേഹത്തിലും കർത്താവിന്റെ ആത്മാവിന്റെ സ്വാധീനത്തിലും സ്വാതന്ത്ര്യത്തിലും വിട്ടുകൊടുത്ത് സൗഖ്യവും വിശുദ്ധീകരണവും വിടുതലും പ്രാപിക്കുക എന്നതാണ് ദൈവിക ജ്ഞാനത്തിൽ ഒരാത്മാവ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജ്ഞാനമില്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെ ശത്രു ഏതെല്ലാം രീതിയിൽ സ്വാധീനിച്ച് അവന്റെ വലയത്തിലാക്കാൻ പറ്റുമോ? നിരാശയിലായിരിക്കും ചിലവർ മരിക്കാൻ പോകുന്നത്. ഭയത്തിലായിരിക്കും ചില ജീവിതങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ പോകുന്നത്. ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടായിരിക്കും ചില ജീവിതങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകാൻ പോകുന്നത്. നിരീശ്വരത്വത്തിലും അന്ധവിശ്വാസത്തിലും അവിശ്വാസത്തിലൊക്കെ ആയിരിക്കും ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നത്. എങ്ങനെയൊക്കെ ഈ ലോകത്തിൽ നിന്ന് പോയാലും വചനം പറയുന്നതെന്നറിയോ? അവനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട്. നീ ആര് തന്നെ ആകട്ടെ, നിരീശ്വരവാദിയാകാം, അവിശ്വാസിയാകാം, അന്ധവിശ്വാസമാകാം, പാപത്തിലുള്ളവരാകാം, വിശുദ്ധ ജീവിതം നയിക്കുന്ന ആരുമാകട്ടെ, അവനെ കണ്ടുമുട്ടുന്ന ഒരു ദിനമുണ്ട്. യെശയ്യാ 2:12. അവനെ കണ്ടുമുട്ടുന്ന ഒരു ദിനമുണ്ട്. ആ ദിനത്തെ നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. ഉണ്ട് ആ ദിനത്തിനായി നമ്മളെ മുദ്രിതമാക്കിയ ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് സ്വർഗം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ ദൈവസ്നേഹം അനുഭവിച്ച് ഓരോ നിമിഷവും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ അനന്തമായ പരിപാലനയിലും ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ലോകം വെച്ച് നീട്ടിത്തരുന്ന സകല ആനന്ദവും സന്തോഷവും ഒക്കെ ഈശോയോടുള്ള ബന്ധത്തിൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ലോകം തരുന്നതൊന്നും നിലനിൽക്കുന്നതല്ല, ദൈവം തരുന്നതെല്ലാം നിലനിൽക്കുന്നതാണ്. ലോകത്തിന് സന്തോഷം തരാൻ പറ്റും, പക്ഷെ നിലനിൽക്കുന്നതല്ല. കുറച്ച് കഴിയുമ്പോൾ സന്തോഷം അങ്ങോട്ട് പോകും. പാപം ചെയ്യുമ്പോൾ പാപത്തിൽ പോലും സുഖമുണ്ട്, പാപത്തിന് പോലും സന്തോഷം തരാൻ പറ്റും. പക്ഷെ പാപം ചെയ്ത് കഴിയുമ്പോഴേ പാപത്തിന്റെ സകല സുഖവും പോകും. പക്ഷേ ദൈവം തരുന്നതെല്ലാം നിലനിൽക്കുന്നതാണ്. നിലനിൽക്കുന്ന സമാധാനം വേണോ, നിലനിൽക്കുന്ന സന്തോഷം വേണോ, നിലനിൽക്കുന്ന നിത്യമായ സ്നേഹത്തിന്റെ അനുഭവം വേണോ, ഒരുവൻ തന്റെ ജീവിതത്തെ, തന്റെ ആത്മാവിനെ ദൈവത്തിൽ, ഇങ്ങനെ വചനം പറയുന്ന പോലെ ദൈവത്തിൽ പൂർണ്ണമായും അടിയറ വെക്കേണ്ടതുണ്ട്. അവിടെ ഈ പറയുന്ന നിത്യമായി നിലനിൽക്കുന്ന ദൈവസ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വിശുദ്ധരനുഭവിച്ച, രക്തസാക്ഷികൾ അനുഭവിച്ച, നമ്മുടെ പോലെ ഈ ലോകത്ത് ചോരയും നീരുള്ളവരായി ഇന്നലകളിൽ ജീവിച്ച് കടന്നുപോയ അനേകർ അനുഭവിച്ച ആ സ്വർഗീയ ആനന്ദമുണ്ട്, സ്വർഗത്തിന്റെ സന്തോഷമുണ്ട്. ഇത് നമ്മളും അനുഭവിക്കണമെന്നാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്.